അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. നല്ല മഴ, അടിപൊളി മഴ. ഇന്നും മഴ. പക്ഷെ ഇപ്പൊ നമുക്ക് മഴ തരട്ടിലും പേടിക്കേണ്ട ആവശ്യമില്ല. മറ്റേ ആദ്യം പേടിയാണ്. പേടിയില്ല, അതുള്ളപ്പോ ഒരു സമാധാനം. അല്ല എന്നാലും അമ്മക്കല്ലേ ഇത്ര ആൾക്കുണ്ട് കേട്ടോ. നമ്മള് കാര്യം മാത്രം നോക്കിയാ പോരല്ലോ. നമ്മക്ക് സന്തോഷം ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഇല്ലല്ലോ. അതെ പുല്ല് വരെ ഈ വർഷമെങ്കിലും നമ്മള് കഴിച്ചില്ലായി മഴ കൊണ്ടത്. കുറെ ആൾക്കാരുണ്ട് മഴ ഷീറ്റ് കെട്ടിയ ആൾക്കാരുണ്ട്. അതൊക്കെ ഇങ്ങനെ കാറ്റടിച്ചാൽ പോവും ചെയ്യും. പിന്നെ റോഡ് സൈഡിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്, പീഡിയക്കൊലയമ്മ കിടക്കുന്ന ആൾക്കാരുണ്ട്. അതിലൊക്കെ ആലോചിച്ച ടെൻഷനാണ്. അതല്ല ഞാൻ പറഞ്ഞത്. നമ്മള് ഒന്ന് ഫസ്റ്റ് തന്നെ അപ്പൂസ് ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ട്. അപ്പൂസേ എന്താ കൊണ്ടുവന്ന് പറഞ്ഞു കൊടുത്താ? അപ്പൂസ് കാണിച്ചു തരട്ടെ എന്താണ്. അതൊക്കെ പൊട്ടിക്കാത്ത പൂസ കൊറേ ഉണ്ടോ? കിട്ടുന്നില്ലേ പൂസ? ചാക്കിലൊക്കെ പൂസ എന്താ സമ്മാനം? ഇനിയുണ്ടോ? കനല്ല മറ്റേ കനുള്ള ഹോട്ടലിൽ ഓർഡർ ചെയ്ത്. അപ്പൊ അപ്പൂസ് എന്താ ഓർഡർ ചെയ്ത് പന്ത്രണ്ട്? അതിന്റെ പേരെന്താ? ഡംബല്. അപ്പൂസിന് ജിമ്മ് ഭയങ്കര ഇഷ്ടാണ്. അത് തൊലിച്ചിട്ട് അങ്ങനെ എങ്ങനെ കനുള്ള ബാക്കിലുണ്ട്. അവളെ കാണിച്ചു തരട്ടെ. അതിന്റെ സൈഡിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ രാവിലെ ചെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതെന്താ ഇരുമ്പ അല്ലല്ലേ? നോട്ടെ എന്ത് പ്രശ്നം അല്ല. അയ്യോ ഇങ്ങനെ ഇട്ടൊക്കെ നല്ല വെയിറ്റ് ഉണ്ടല്ലേ. ചാടിക്കലുണ്ടോ? ടൈൽസ് കിട്ടും. ജിമ്മിന് ജിം എടുത്തോ? അമ്മയ്ക്ക് ജിം, എല്ലാവർക്കും ജിം ആയിക്കോട്ടെ. ആ ബാക്കിലുള്ള സ്ഥാനത്ത് പൊന്തിച്ചാ മതി. പുസ്തകം ജിം അടിച്ച് എങ്ങനെ കാണിച്ചു കൊടുക്കാം? എങ്ങനെ കാണിച്ചു? കുറവ് പറ്റൂല കേട്ടോ അതിന്. ഒന്ന് കാണിച്ചു കൊടുക്ക്. ഓനെ ഭയങ്കര ഇഷ്ടമുള്ള സാധനം ജിമ്മ് കളിക്കാൻ. 3-6 അത് എങ്ങനെ കാണിച്ചു കൊടുക്കണം, ചെയ്ത് കൊടുക്കണം. ഒന്ന് പറഞ്ഞു അല്ല ഇജ്ജ് എങ്ങനെ കാണിച്ചു കൊടുക്ക? നമുക്ക് നിച്ചല്ല. അപ്പൊ അപ്പൂസ് ഒരുങ്ങി കഴിഞ്ഞു കേട്ടോ. അപ്പൂസ് ജിമ്മ് എടുക്കാനൊക്കെ ഒരുങ്ങിക്കാണ്. അപ്പൂസ് ഇങ്ങനെയാണ് കളിയല്ലേ? മുകളിലുണ്ട് കേട്ടോ ഒരു പട്ടിക്കുട്ടി, 2 പട്ടിക്കുട്ടിയാണുണ്ട്. അപ്പൊ ഒരാള് മുകളിൽ കുടുങ്ങിയിരിക്കാണ്. അത് നല്ല എന്താ വെച്ചാൽ ആ വലിയ പട്ടീന്റെ അതല്ലേ, ആ നീളമുള്ള പട്ടീന്റെ കുട്ടികളാണ്. എവിടുന്ന വന്ന് പെട്ടാണ്. അപ്പൊ ഇന്നെന്താ സ്പെഷ്യൽ? അപ്പൂസിന്റെ ജിമ്മ് നമുക്ക് കാണിച്ചു കൊടുക്കാം. കൊറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്ക് കാണിക്കാം. ഇന്നെന്താണ് സ്പെഷ്യൽ? എനിക്കറിയില്ല. നിങ്ങൾ ഇതിന്റെ ഉറക്കത്തിൽ വിളിച്ച് നീപ്പിച്ചാൽ ഇത് കാണാൻ. മഴയൊക്കെ ഒന്ന് റെഡി ആക്കാം. അവിടെ നിക്കാൻ കഴിയില്ല. മഴയൊക്കെ മാറിയിട്ട് നമുക്ക് ചെയ്യാം. മഴ സ്പെഷ്യലി നമ്മള് പേരിട്ടിട്ടില്ല. അടുക്കള ചെന്നാത്തന്നെ അറിയുള്ളൂ. ഇതേ മഴ മഴ പറയുമ്പോ മഴ പെയ്യുന്നില്ല. വേണ്ടല്ലോ വണ്ടീന്റെ ഷീറ്റ് ഇട്ടോല്ല. സ്പെഷ്യല് എന്താ? സ്പെഷ്യൽ
തേങ്ങ പത്തിരി. അമ്മ ഒരു പൂതി അറിഞ്ഞിട്ടുണ്ട്, അത് ഉണ്ടാക്കണ്. അമ്മ അമ്മയുടെ ഈ ഷീറ്റിൽ വിട്ടിട്ട് കളറല്ലേ പൊട്ടിക്കോ? വെള്ളം കളയണ്ട. അപ്പൂസേന്റെ ജിമ്മിന്റെ കാണിച്ചു കൊടുത്ത മറ്റേ വെള്ളം തേട്ടെ. കളയല്ലേ? കളയല്ലോ. ആ കളയല്ലടാ. പാത്രത്തിന്റെ വലിപ്പം അവിടെ നോക്കി. വെള്ളം എവിടെ? വെള്ളമുണ്ടോ? വെള്ളല്ല. അമ്മ പാത്രം എടുത്തതിന് വെള്ളം പോയതിന്റെ അപ്പൂസേന്റെ ജിമ്മിനെ താഴ്ത്തുന്ന കാണിക്കട്ടെ. എന്താ പണി? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് എടുത്തോളൂ. എന്നിട്ട് ഇവിടുന്ന് എനിക്ക് രാവിലെ ഇവിടുന്ന് കളിക്കണം. അല്ലേ ഇവിടുന്ന് എനിക്ക് രാവിലെ കളിക്കണം. അവിടെ എന്തേലും അവിടെ ജന്തുക്കൾ എന്തേലും ഉണ്ടോ? അടിക്കണ്ട നമുക്ക്. കൊറേ കാലായി നമ്മള് അല്ലേ? ആ പെയിന്റ് അല്ലേ പഴയത്? അടുത്ത് അടിക്കട്ടോ. നല്ല രസമുണ്ടോ കാണാന്? തേങ്ങാപ്പത്തിരി ഉണ്ടാക്കാണ് കേട്ടോ. ഞാൻ ഇതിലായിട്ട് തന്നിട്ടില്ല. ഞാൻ തിന്നിട്ടില്ല. പത്തിരി തിന്നിട്ടുണ്ട്. അമ്മയ്ക്ക് എങ്ങനെയാ നിശ്ചയുണ്ടായതല്ലേ? നല്ല രസമാണല്ലോ. രാത്രി എന്തായാലും ചോറ് വേണ്ടല്ലോ. അപ്പൊ മീനുണ്ട് ഉച്ചക്കത്തെ. വത്തലിന്റെ കറി, തേങ്ങാപ്പത്തിരി. നല്ല രസമാണെങ്കിൽ നമ്മളിതുവരെ ഉണ്ടാക്കില്ല. അപ്പൊ എങ്ങനെയൊക്കെയാന്ന് അറിയില്ല കേട്ടോ. പറയുന്ന ആൾക്കാർ കമന്റ് ചെയ്താലേ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ഇന്നലെ നാളികേരം കിട്ടിയിട്ടുണ്ട്. ഒന്നാമത് അതുകൊണ്ടാണ് ഒരുങ്ങിയത്. ഇതിക്ക് മെയിനായിട്ട് വേണ്ട സാധനം നാളികേരാണ്, അരിപ്പൊടി നാളികേരം. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഒരുങ്ങിയത് കേട്ടോ. അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കൂല, വെറും പത്തിരി ഉണ്ടാക്കുള്ളൂ. നാളികേരം ചിരകിയിരിക്കട്ടെ കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ പത്തിരി റെഡിയാക്കാൻ. നല്ലോണം മൂത്ത നാളികേരാണ് അമ്മ. ഇങ്ങോട്ട് നോക്കി, അതായത് ഇങ്ങനെ അടർന്ന് പോരാണ്. പുക മോത്തിക്കിട്ടാണ്. അപ്പൊ ഈ തേങ്ങാപ്പത്തിരി ഉണ്ടാക്കാനുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്താക്കിയിട്ടുണ്ട്. പിന്നെ ഇതിക്ക് എന്താണെന്നറിയോ, ജീരകം ഇട്ട് കൊടുക്കണേ. ചെറിയ ജീരകല്ലേ അത് കേട്ടോ. എല്ലാവർക്കും അറിയണ്ടാവല്ലേ തേങ്ങാപ്പത്തിരില്ലേ? അറിയില്ല. പത്തിരിന്റെ പോലെ തന്നെ അറിയില്ല കേട്ടോ. പത്തിരിന്റെ പോലെ തന്നെയാണ് വെള്ളമൊക്കെ വാട്ടി കുഴക്കുന്നത്. പക്ഷെ അതിക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കണം. പക്ഷെ ഈ ചെറിയ ജീരകത്തിന്റെ രുചി അത്ര ഇഷ്ടമല്ല. പക്ഷെ ഈ സാധനത്തേക്ക് ഇത് നിർബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച്. നമുക്ക് എല്ലാത്തിന്റെ രുചി അറിയണല്ലോ അല്ലേ? പിന്നെ അതേപോലെ തന്നെ വെള്ളം ഒന്ന് ചൂടാവട്ടെ. ഈ ഇതിലെ നാളികേരം പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. അമ്മക്ക് കുറച്ച് തരുന്ന ഇഷ്ടമല്ല കേട്ടോ. ഉപ്പിട്ട് കൊടുക്കട്ടെ. ഉപ്പിട്ട് കൊടുത്തില്ല. പോരെ? മതിയോ? അപ്പൊ നമ്മളെ വെള്ളം തിളച്ചിട്ടോ. അതിക്ക് മാത്തിക്ക് പോകാം. വെള്ളം കുറച്ചുകൂടി വേണം. ഇതാ തേങ്ങാപ്പത്തിരി. ഇതിഞ്ഞ് ചൂടാറിയിട്ട് കുഴച്ചെടുത്തിട്ട് പരത്തണം. സാധാ പത്തിരിയില് തേങ്ങ അത്രേ ഉള്ളൂ അല്ലേ? ആ തേങ്ങ ജീരകം ഇട്ടു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, ഉപ്പിട്ടിട്ട്. ഇനി നമ്മള് ഒന്ന് ചൂടാറിട്ട് നല്ലോണം ചൂടാറരുത് കേട്ടോ. എന്നിട്ട് നമുക്ക് കുഴക്കാൻ പാകാവൂലേ? ആ ഒരു കൈ ഇടാൻ പറ്റണം. ഇപ്പൊ കൈ ഇട്ടാലേ കൈ പൊള്ളൂ. എന്നിട്ട് കുഴച്ചെടുത്തിട്ട്
പരത്തി ചുട്ടെടുക്കാം. ഒരു പാത്രത്തേക്ക് മാറ്റിയെടുക്കാം. എന്താ പറയുക, ഈ കരിയുള്ള പാത്രത്തിൽ നിന്ന് മാറ്റിയാലേ അല്ലെങ്കിൽ നമ്മളെ കയ്യിലൊക്കെ ഈ കരിയാവും. തൊട്ടടുത്തും പിടിച്ചോട്ടൊക്കെ കരിയാവും. ഇത് കുറച്ചൊന്നും ഇതിൻ്റെ ആവി പോയിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. നല്ലോണം കുഴച്ചിട്ട് ഇതിൻ്റെ കുറച്ച് ആവി പോട്ടെട്ടോ. ഇപ്പോൾ ഇതിൽ കൈയിടാൻ പറ്റൂല, നല്ല ചൂടുണ്ട്. ആവി പോട്ടെ. ചൂടാറിയിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ട, കുറച്ചും കൂടി ഇങ്ങനെ അതൊരു ചൂട് തന്നെ ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ ആക്കി വെച്ചതാണ്. കുറച്ചൊരു തക്കാളി വലുപ്പത്തിലാക്കിയിട്ട് ഉരുട്ടി ഒന്ന് പരത്തി നമുക്ക് നോക്കാം കേട്ടോ. ചിലപ്പോൾ കറക്റ്റ് ഷേപ്പൊന്നും കിട്ടൂല, എന്നാലും നമുക്കത് ഒരു അടിപൊളിയാക്കി ഷേപ്പൊക്കെ ആക്കി എടുക്കാം. ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ ആക്കിയാലും മതി. അത് ഞാൻ നേക്കാക്കി തരാം. ബാക്കി അടുത്ത പത്തിരിക്ക് എടുക്കുക. ഷേപ്പായില്ലേ? അടുത്തത് അമ്മക്ക് ഭയങ്കര കുഴക്കല്ല, കുഴച്ച് കുഴഞ്ഞിട്ട് എണ്ണയിലല്ല കേട്ടോ ചൂടുന്നത്. ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ മറിച്ചും ഇട്ടിട്ട് ചുട്ടെടുക്കുകയാണ്. പിന്നെ നമ്മളെ ഇത് പത്തിരി ചുടണ പത്തിരി ചട്ടി ഉണ്ടല്ലോ, അത് പൊട്ടി. അപ്പോൾ നമുക്കത് വാങ്ങിയിട്ട് വേണം. ഇതിലിങ്ങനെ ആദ്യമൊക്കെ കൊണ്ടുവന്നിരുന്നു ഒരു ചേച്ചി. ഇപ്പം ആ ചേച്ചീനെ കാണാനില്ല, അതുകൊണ്ടാണ് ചട്ടി വാങ്ങിയിട്ട് വേണം. പിന്നെ പത്തിരി ചുടലും കുറവാണ്, അതുകൊണ്ടാണ് എന്തായാലും വാങ്ങണം കേട്ടോ. ഇത് ഇന്നുണ്ടായൊരു പുതിയാണ് പറഞ്ഞില്ലേ, അതുകൊണ്ട് പെട്ടെന്നായപ്പോൾ ചട്ടിയിലാണ് ചുടുന്നത്. അപ്പുറം ഇങ്ങനെ മറിച്ചിട്ട് ഒന്ന് കളർ മാറുവോളം. ഇത് നമ്മളെ ഒരു പത്തിരി ആയി. തിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഇനി. അപ്പം നമ്മൾ പത്തിരി കണ്ടോ, കുറച്ച് പരത്തിയിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതെല്ലാം പരത്താനാണ് അമ്മ ഇങ്ങനെ ആക്കി തന്നിട്ടുണ്ട്, വട്ടം ആക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇങ്ങനെ പരത്തിയെടുക്കണം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതവിടെ ഒരാൾക്ക് സന്തോഷമായിട്ട് പനിക്കാൻ വരുന്നുണ്ട്. ജലദോഷത്തിൻ്റെ ഇങ്ങനെ ഉണ്ട്. ഇതിൻ്റെ ജലദോഷം പകർന്നിട്ടുണ്ടോന്നു. ഇപ്പോൾ ചുക്ക് കാപ്പി ഉണ്ടാക്കണം അമ്മ. ഈ ചുക്ക് കാപ്പിൻ്റെ പൊടി ഏതായാലും ഇവിടെ കുറേ സ്റ്റോക്ക് ഉണ്ട്. നമ്മളെ കുടിരിക്കലിൻ്റെ കുറേ പൊടി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചുക്ക് കാപ്പി ഉണ്ടാക്കട്ടോ. ഇനി നാളെ എന്തായാലും അമ്മേനെയും കൊണ്ട് പോവാനുള്ളതാണ്. അപ്പോഴേക്കിന് അമ്മേനെ ഡോക്ടറെ അടുത്ത് പോവണ ദിവസം എന്നും വയ്യായി ഉണ്ടാവലുണ്ട്. അന്ന് ഒരു പനിയോ അല്ലെങ്കിൽ ഒരു ജലദോഷം വരുന്നതാ, അത് സർവ്വസാധാരണമാണ്. അപ്പോൾ ചുക്ക് കാപ്പി ഉണ്ടാക്കണേണ്ട. തുളസീൻ്റെ ഇലയൊക്കെ കൊണ്ടുവന്ന് വെച്ചത്, തുളസീൻ്റെ ഇലയും ശർക്കരയും ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു തിളപ്പിച്ചിട്ടൊരു മരുന്ന് കാപ്പി, ചുക്ക് കാപ്പി. അപ്പോൾ ഈ പത്തിരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ. അമ്മയും പൊട്ടിച്ച് വെറൈറ്റിയാ. പത്തിരി തേങ്ങ ഇട്ടു. തേങ്ങാ പത്തിരി ജീരകം പാർക്കട്ടെ കേട്ടോ. ചുക്ക് കാപ്പി ഉണ്ടാക്കണതിന് മുന്നേ പത്തിരി പിന്നെ ഉണ്ടാക്കി വരാം.
സുഖല്ല കഴിച്ചില്ല ഭയങ്കര തലക്കലുണ്ട്. മധുരം കുറച്ച് മതി. എരുണ്ടാവുമ്പോ ഒക്കെ വേണ്ട, കുറച്ച് മതി. അടിക്കാൻ രസമുണ്ട്. നല്ല രസമുണ്ടല്ലോ അത് സംഭവം. അതിന് ഞാൻ വേണ്ടാറിന് ആളെ കണ്ടില്ല രണ്ടാമത്തെ രസമുണ്ടല്ലോ അല്ലേ? അമ്മ പറഞ്ഞ തന്നെ കേൾക്കൂല. ചൂട് കൊള്ളാൻ പാടില്ല, പിന്നെ അങ്ങോട്ട് വരും. എന്താ ചക്കര വെള്ളം എല്ലാരും കരുതിട്ടോ ഈ ഒരു കാര്യത്തിൽ ഇവരെന്തെല്ലാം ഈ ഒരു കാര്യത്തിൽ ഇവര് ചോറ് വെക്കും, ചക്ക വെക്കും. എല്ലാ ഈ കാലത്തിലല്ല അമ്മേന്റെ ചൂടുവെള്ളം, ചക്ക, ചോറ് ഉണ്ടാക്കും. അപ്പൊ നമുക്ക് ഇനി ഇതില് വരുമ്പോ ചട്ടിക്കാര് വരുമ്പോ 3-4 ചട്ടി വാങ്ങണം. അപ്പൊ നമ്മളെ പരിപാടികളൊക്കെ കഴിയുമ്പോഴേക്കും കുറെ സമയവും. ചുക്ക് കാപ്പി തിളച്ചിട്ട് വേണം അടുത്ത പത്തിരി ചൂടാന്. ആ പത്തിരിയൊക്കെ ഞങ്ങൾ തിന്ന് കഴിഞ്ഞു. ഇതെന്താ 2 ഉള്ളൂ ബാക്കി. ഇതൊക്കെ ചൂടാനുണ്ട്. അപ്പോൾ നമ്മൾ ഇടി മഴയൊക്കെ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഇടി മഴയും പോയി, പിന്നെ വീണ്ടും വരികയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്നുണ്ടാക്കാൻ കഴിയില്ല. അതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷം നിർത്തുകയാണ്. നാളെ കാണാം. ബൈ.